നമസ്കാരം എല്ലാവർക്കും നോട്ട് ഫോർ പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഒരു റിവിഷൻ വീഡിയോ ആണ്. 10th പ്രിലിംസ് എക്സാംസിന് വേണ്ടിയിട്ട് ഒരു സബ്ജക്റ്റ് വൈസ് റിവിഷൻ വീഡിയോ ആണ് നമുക്കിനി ആവശ്യമുള്ളത്. വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ നമ്മുടെ മുന്നിൽ. അപ്പോൾ ഒരു സബ്ജക്റ്റ് വൈസ് റിവിഷൻ വീഡിയോ ആയിരിക്കും നിങ്ങളെല്ലാവരും ആഗ്രഹിച്ചിരിക്കുന്നത്. അതുപോലെ ഒരു റിവിഷൻ വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഈ ഒരു അവസാന നിമിഷം ഇനി എന്തെങ്കിലും പഠിച്ചാൽ കിട്ടുമോ എന്നുള്ള രീതിയിൽ കുറച്ച് ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്കും ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് പോവുക. ഇനി എങ്ങാനും നമുക്ക് പ്രിലിംസ് പാസ്സാകാൻ പറ്റിയാലോ, അപ്പോൾ അവരും ഇത് കാണുക. ഇനി തുടക്കക്കാരുണ്ടെങ്കിൽ PSCയുടെ ബേസ് സെറ്റാക്കാൻ വേണ്ടിയിട്ട് അവർക്കും ഇത് കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ആദ്യം എടുത്തിരിക്കുന്നത് ഈ വർഷം നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിലായിരുന്നു. 046/2026 ചോദ്യമാണ്. പശ്ചിമഘട്ട പർവ്വതനിരകൾ കേരളത്തിന്റെ ഏത് ദിക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? പശ്ചിമഘട്ട പർവ്വതനിരകൾ കേരളത്തിന്റെ ഏത് ദിക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ ആണ്, കിഴക്ക് ദിക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ആലപ്പുഴയാണല്ലേ. അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഏത് വന്യജീവി സങ്കേതത്തെ കുറിച്ചിട്ടുള്ളതാണെന്ന് കണ്ടെത്തുക. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം പീരുമേട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നു. മംഗളാദേവി ക്ഷേത്രം ഈ വന്യജീവി സങ്കേതത്തിനകത്താണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം, ഇത് ഏത് വന്യജീവി സങ്കേതത്തെ കുറിച്ചിട്ടാണ്? ഓപ്ഷൻ ബി ആണ്, പെരിയാർ വന്യജീവി സങ്കേതമാണ്. പെരിയാർ വന്യജീവി സങ്കേതമാണ് കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം. പീരുമേട് താലൂക്കിലാണ് പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. മംഗളാദേവി ക്ഷേത്രം ഈ വന്യജീവി സങ്കേതത്തിനകത്താണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം. അടുത്തത്, കേരള തീരത്ത് നിന്നും ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മത്സ്യം ഏതാണ്? കേരള തീരത്ത് നിന്നും ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മത്സ്യം ഏതാണ്? ഓപ്ഷൻ എ ആണ്, മത്തിയാണ് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മത്സ്യം. അടുത്ത ചോദ്യം, കേരളത്തിൽ റെയിൽവേ ലൈൻ ഇല്ലാത്ത ജില്ലകൾ ഏതെല്ലാം? കേരളത്തില് റെയിൽവേ ലൈൻ ഇല്ലാത്ത ജില്ലകൾ ഏതൊക്കെയാണ്? വയനാടും ഇടുക്കിയുമാണ് റെയിൽവേ ലൈൻ ഇല്ലാത്തത്. അപ്പോൾ 1ഉം 2ഉം വരുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, 1ഉം 2ഉം ആണ്. അടുത്തത്, വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകൾ ഏതെല്ലാം? വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകൾ ഏതെല്ലാമാണ്? ആലപ്പുഴ, എറണാകുളം, കോട്ടയം. 1ഉം 2ഉം 3ഉം വരുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ്. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ്? വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ്? ഓപ്ഷൻ ബി ആണ്, നെയ്യാറ്റിൻകരയിലാണ്. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്, ഏത് താലൂക്ക് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം ഏതാണ്? വിഴിഞ്ഞം തുറമുഖമാണ്. അപ്പോൾ ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അടുത്തത്, കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം ഏതാണ്? കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം ഏതാണ്? ഓപ്ഷൻ എ ആണ്, കരിമീനാണ്. കേരളത്തിലാകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്ര? കേരളത്തിലാകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്രയാണ്? ഓപ്ഷൻ സി ആണ്, 9 രാജ്യസഭാ സീറ്റുകളാണ്. കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ്? കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ എത്രയാണ്? ഓപ്ഷൻ സി ആണ്, 3 നദികളാണ്. ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ. അടുത്ത ചോദ്യം, സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഓപ്ഷൻ എ ആണ്, പാലക്കാട് ജില്ലയിലാണ് സൈലന്റ് വാലി. കേരളത്തിലെ മനുഷ്യനിർമ്മിത തടാകം ഏത്? കേരളത്തിലെ മനുഷ്യനിർമ്മിത തടാകം ഏതാണ്? ഓപ്ഷൻ എ ആണ്, മാനാഞ്ചിറ തടാകം. ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കോഴിക്കോട് ജില്ലയിലാണ്. അടുത്ത ചോദ്യം, ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരളത്തിന് അനുഭവപ്പെടുന്ന മൺസൂൺ ഏതാണ്? ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരളത്തിന് അനുഭവപ്പെടുന്ന മൺസൂൺ ഏതാണ്? ഓപ്ഷൻ എ ആണ്, വടക്ക് കിഴക്കൻ മൺസൂൺ. വടക്ക് കിഴക്കൻ മൺസൂൺ ആണ് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരളത്തിന് അനുഭവപ്പെടുന്നത്. ഈ മൺസൂണിന് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് തുലാവർഷം എന്നറിയപ്പെടുന്നതാണ് വടക്ക് കിഴക്കൻ മൺസൂൺ. അടുത്തത്, പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? അപ്പോൾ പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ് NH 544. ഏതാണ്? NH 544. പഴയ പേരെന്തായിരുന്നു? NH 47 എന്നാണ് പഴയ പേര്. ഭൂമി, കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഓപ്ഷൻ സി ആണ്, വയനാടാണ് കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി. അടുത്ത ചോദ്യം നോക്കാം. തന്നിരിക്കുന്നവയിൽ നിന്നും പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി കണ്ടെത്തുക. തന്നിരിക്കുന്നവയിൽ നിന്നും പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി ഏതാണ്?
ഓപ്ഷൻ ഡി ആണ്, പെരിയാറാണ്. എത്ര നദികളാണ് കിഴക്കോട്ട് ഒഴുകുന്നത്? ആകെ എത്ര നദികളാണ് നമുക്കുള്ളത്? 44. അതിൽ 41 പടിഞ്ഞാറോട്ടും 43 കിഴക്കോട്ടും. ഈ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ ഒഴുകി ഒഴുകി ഏത് നദിയിലാണ് ചെന്ന് ചേരുന്നത്? കിഴക്കോട്ട് ഒഴുകുന്ന 3 നദികളും കാവേരി നദിയിലാണ് ചെന്ന് ചേരുന്നത്. ഓർത്ത്, അതും ക്ലിയർ അല്ലേ? അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ ഇ ലിറ്ററേറ്റ് ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ ജില്ല. ഇന്ത്യയിലെ ആദ്യത്തെ ഇ ലിറ്ററേറ്റ് ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ ജില്ല ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, മലപ്പുറമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇ ലിറ്ററേറ്റ് ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടത്. 38ാമത്തെ ചോദ്യം, കേരളത്തിലെ വാണിജ്യ അടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി ചെയ്തതാരാണ്? കേരളത്തിലെ വാണിജ്യ അടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി മുണ്ടക്കയത്ത് ആരംഭിച്ചതാരാണ്? കേരളത്തിലെ വാണിജ്യ അടിസ്ഥാനത്തിൽ എന്ത് കൃഷിയാണ്? റബ്ബർ കൃഷി. എവിടെയാണ്? മുണ്ടക്കയത്ത് ആരംഭിച്ചത് ആരെന്നാണ് ചോദ്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി, ജോൺ ജോസഫ് മർഫി. ആരാണ്? ജോൺ ജോസഫ് മർഫിയാണ്. ഇന്ത്യൻ റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജോൺ ജോസഫ് മർഫിയാണ്. അദ്ദേഹമാണ് 1902 കേരളത്തിലെ മുണ്ടക്കയത്ത് വാണിജ്യ അടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി ആരംഭിച്ചത്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം ഏതാണ്? ഓപ്ഷൻ സി ആണ്, മംഗളവനമാണ്. ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? എറണാകുളം ജില്ലയിലാണ്. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം വരുന്നത് മംഗളവനമാണ്. അടുത്തത്, ലിംഗാനുപാതം ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ ജില്ല ഏതാണ്? ലിംഗാനുപാതം ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ ജില്ല ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഇടുക്കിയാണ് ലിംഗാനുപാതം ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ ജില്ല. അടുത്തത്, കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനം ഏതാണ്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ. ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനം. തീരദേശം ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏത്? തീരദേശം ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ഓപ്ഷൻ എ ആണ്, കണ്ണൂർ ജില്ലയ്ക്കാണ് ഏറ്റവും കൂടുതൽ തീരദേശമുള്ളത്. കേരളത്തിലെ ഹെൽത്ത് ATM ആദ്യമായി നിലവിൽ വന്നത് ഏത് ജില്ലയിലാണ്? കേരളത്തിലെ ഹെൽത്ത് ATM ആദ്യമായിട്ട് നിലവിൽ വന്ന ജില്ല ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, എറണാകുളമാണ്. എറണാകുളത്താണ് ഹെൽത്ത് ATM ആദ്യമായി നിലവിൽ വന്നത്. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ്? ഓപ്ഷൻ സി ആണ്, ഇരവിക്കുളമാണ് കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം. ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കി ജില്ലയിലെ മൂന്നാറിനടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇരവിക്കുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗം ഏതെന്ന് PSC ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? ഇരവിക്കുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗം ഏതാണ്? വരയാടുകളാണ് അല്ലേ. ഇനി പെരിയാർ എന്താണ്? കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമാണ് പെരിയാർ. പിന്നീട് അത് ടൈഗർ റിസർവ് ആക്കി മാറ്റി. ഇനി പാമ്പാടുംചോലയുടെ പ്രത്യേകത എന്താണ്? കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാടുംചോല. ചിന്നാർ എന്താണ്? ഇടുക്കി ജില്ലയിലെ ഒരു വന്യജീവി സങ്കേതമാണ് ചിന്നാർ. ഈ മലയണ്ണാനും നക്ഷത്രാമകളൊക്കെ ഇവിടെയാണ് കാണപ്പെടുന്നത്. അതും PSC ചോദിച്ചിട്ടുണ്ട്. മലയണ്ണാനും നക്ഷത്രാമകളൊക്കെ ഈ ചിന്നാർ വന്യജീവി സങ്കേതത്തിലാണ് കാണപ്പെടുന്നത്. അടുത്തത് ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? എല്ലാവർക്കും അറിയാം. ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, വേമ്പനാട്ട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. എത്ര കായലുകളാണ് കേരളത്തിലുള്ളത്? ചെറുതും വലുതുമായ 34 കായലുകളാണ് കേരളത്തിലുള്ളത്. വേമ്പനാട്ട് കായൽ ഒഴുകുന്ന ജില്ല ഏതൊക്കെയാണ്? അറിയാമെങ്കിൽ എൻ്റെ കൂടെ പറഞ്ഞു. ഏതൊക്കെയാണ്? എറണാകുളം, കോട്ടയം, പിന്നെ ഏത് ജില്ലയാണ്? ആലപ്പുഴ അല്ലേ. എറണാകുളം, കോട്ടയം, ആലപ്പുഴ എന്നീ 3 ജില്ലകളിലൂടെ ഒഴുകുന്ന കായലാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ കായലായ വേമ്പനാട്ട് കായൽ. കഴിഞ്ഞ വർഷം 10th പ്രിലിംസിൽ കേരള ജോഗ്രഫിയിൽ നിന്നും PSC ചോദിച്ച ചോദ്യങ്ങളിൽ നിന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ കണ്ടേക്കാം. അതിൽ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ആദ്യത്തേത് എന്ന് പറയുമ്പോൾ PSCക്ക് അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ കുറേ ചോദ്യങ്ങൾ 10th പ്രിലിംസിന് ജോഗ്രഫിയിൽ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു ചോദ്യമാണ്, കേരളത്തിൽ നിന്നും ആദ്യമായി ഒളിമ്പിക്സിൽ പങ്കെടുത്ത വനിത. ആദ്യമായി എന്നുള്ളത് PSC ചോദിക്കാറുണ്ട്. കേരളത്തിൽ നിന്നും ആദ്യമായി ഒളിമ്പിക്സിൽ പങ്കെടുത്ത വനിത ഏതാണ്? ഓപ്ഷൻ ബി ആണ്, PT ഉഷയാണ് അല്ലേ. PT ഉഷയാണ് കേരളത്തിൽ നിന്നും ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ പങ്കെടുത്ത വനിത. ഇനി കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ ഏത് നദിയിലാണ്? ഇതൊക്കെ നമ്മൾ ആ വീഡിയോയിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. പെട്ടെന്ന് പറഞ്ഞു പോകാം. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ ഏത് നദിയിലാണ്? ഓപ്ഷൻ എ ആണ്, മുതിരപ്പുഴയിലാണ് അല്ലേ. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസൽ. ഏത് നദിയിലാണ്? മുതിരപ്പുഴയിൽ.
അടുത്തത് കേരളത്തിലെ ഏറ്റവും ആഴമുള്ള തുറമുഖം. കേരളത്തിലെ ഏറ്റവും ആഴമുള്ള തുറമുഖം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, വിഴിഞ്ഞം തുറമുഖമാണ് കേരളത്തിലെ ഏറ്റവും ആഴമുള്ള തുറമുഖം. കേരളത്തിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം. കേരളത്തിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം ഏതാണ്? ഓപ്ഷൻ എ ആണ്, കുമ്പളങ്ങിയാണ് കേരളത്തിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം. അടുത്ത കേരളത്തിൽ ആനമല, ഏലമല എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഭൂവിഭാഗം. കേരളത്തിലെ ആനമല, ഏലമല എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഭൂവിഭാഗം ഏതാണ്? ഓപ്ഷൻ എ ആണ്, പശ്ചിമഘട്ടം. പശ്ചിമഘട്ടമാണ് കേരളത്തിലെ ആനമല, ഏലമല എന്നൊക്കെ അറിയപ്പെടുന്ന ഭൂവിഭാഗം. കേരളത്തിൽ ഇപ്പോഴത്തെ സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആരാണ്? കേരളത്തിൽ ഇപ്പോഴത്തെ സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആരാണ്? ഈ ക്വസ്റ്റ്യൻ നമുക്കിപ്പോൾ നമ്മുടെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്കിപ്പോൾ നമ്മളുടെ ഇപ്പോഴത്തെ നിലവിലെ കായിക വകുപ്പ് മന്ത്രിയുടെ പേരെന്താണ്? ആരാണ് ഇപ്പോഴത്തെ സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി? അഡ്വക്കേറ്റ് O.J. ജനീഷ്. O.J. ജനീഷ് ആണ് കേരളത്തിലെ ഇപ്പോഴത്തെ സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി. താഴെ പറയുന്നവയിൽ കേരളത്തിന്റെ ഭൂപ്രകൃതി വിഭാഗത്തിൽ ഉൾപ്പെടാത്ത ഏതാണ്? താഴെ പറയുന്നതിൽ കേരളത്തിന്റെ ഭൂപ്രകൃതി വിഭാഗത്തിൽ ഉൾപ്പെടാത്ത ഏതാണ്? റിയൽ ഓപ്ഷൻ ബി ആണ്, ഉത്തര മഹാസമതലം. കേരളത്തിന്റെ ഭൂപ്രകൃതി വിഭാഗങ്ങളാണ് മലനാട്, ഇടനാട്, തീരപ്രദേശം. കേരളത്തിലെ പ്രധാന ഖാരിഫ് വിള ഏതാണ്? കേരളത്തിലെ പ്രധാന ഖാരിഫ് വിള ഏതാണ്? ഓപ്ഷൻ സി ആണ്, നെല്ലാണ് കേരളത്തിലെ പ്രധാന ഖാരിഫ് വിള അല്ലേ. മൺസൂൺ കാലത്ത് വിതച്ച് ശൈത്യകാലത്തിന്റെ തുടക്കത്തിൽ വിളവെടുക്കുന്ന കൃഷിയാണ് ഖാരിഫ് വിള. അപ്പോൾ നെല്ലാണ് കേരളത്തിലെ പ്രധാന ഖാരിഫ് വിള. ഇതില് ബാക്കി ഓപ്ഷൻസിൽ ഗോതമ്പും കടുകും ഇവ റാബി വിളകളാണ്. ഗോതമ്പും കടുകും റാബി വിളകളാണ്. പുകയില എന്ന് പറയുന്നത് ഒരു നാണ്യ വിളയാണ്. അടുത്തത് കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദി ഏതാണ്? കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദി ഏതാണ്? ഓപ്ഷൻ ഡി ആണ് അല്ലെ, പാമ്പാറാണ് കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദി. അടുത്തത് ആലപ്പുഴ, എറണാകുളം, കോട്ടയം. ആലപ്പുഴ, എറണാകുളം, കോട്ടയം എന്നീ ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കായൽ ഏതാണ്? ആലപ്പുഴ, എറണാകുളം, കോട്ടയം എന്നീ ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കായൽ ഏതാണ്? നമ്മൾ പറഞ്ഞായിരുന്നല്ലേ, ഏറ്റവും വലിയ കായലായ വേമ്പനാട്ട് കായലാണ് ഈ 3 ജില്ലകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്, പശ്ചിമഘട്ടമാണ് സഹ്യപർവ്വതം എന്നറിയപ്പെടുന്ന പർവ്വതനിര അല്ലെ. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് പശ്ചിമഘട്ടം. ഇതാണ് സഹ്യപർവ്വതം എന്നും സഹ്യപർവ്വതം അഥവാ സഹ്യാദ്രി എന്നൊക്കെ അറിയപ്പെടുന്നത്. സിംഹവാലൻ കുരങ്ങുകൾ സംരക്ഷിക്കപ്പെടുന്ന സൈലന്റ് വാലി ദേശീയോദ്യാനം ഏത് ജില്ലയിലാണ്? സിംഹവാലൻ കുരങ്ങുകൾ സംരക്ഷിക്കപ്പെടുന്ന സൈലന്റ് വാലി ദേശീയോദ്യാനം ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ ഡി ആണ്, പാലക്കാട് ജില്ലയിലാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത്. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത്. സൈലന്റ് വാലിയുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു ചോദ്യം പറയുകയാണെങ്കിൽ, സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പ്രധാന നദി ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ് ആ നദി? കുന്തിപ്പുഴയാണ് അല്ലേ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? കുന്തിപ്പുഴയാണ്. ചോദ്യം 28ാമത്തെയാണ്. പാമ്പാടും ചോലയെ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ച വർഷം. പാമ്പാടും ചോലയെ നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിച്ച വർഷം ഏതാണ്? ഓപ്ഷൻ എ ആണ്, 2003. 2003 പാമ്പാടും ചോലയെ നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിച്ചത്. പാമ്പാടും ചോല എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാടും ചോല. ഓക്കെ, ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. കക്കാട് ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയാണ്? കക്കാട് ജലസേചന പദ്ധതി ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ എ ആണ്, പത്തനംതിട്ട ജില്ലയിലാണ്. കേരളത്തിന്റെ ഔദ്യോഗിക ഫലമായി ചക്ക പ്രഖ്യാപിക്കപ്പെട്ട വർഷം. കേരളത്തിന്റെ ഔദ്യോഗിക ഫലമായി ചക്കയെ പ്രഖ്യാപിക്കപ്പെട്ട വർഷം ഏതാണ്? കേരളത്തിന്റെ ഔദ്യോഗിക ഫലമായി ചക്കയെ പ്രഖ്യാപിക്കപ്പെട്ട വർഷം ഏതാണ്? ഓപ്ഷൻ സി ആണ്, 2018. ചോദ്യം, റാം കെയർ ഓഫ് ആനന്ദി എന്ന അഖിൽ പി ധർമ്മജൻ എഴുതിയ നോവലിലെ കഥാപാത്രമല്ലാത്തത്. റാം കെയർ ഓഫ് ആനന്ദി എന്ന അഖിൽ പി ധർമ്മജൻ എഴുതിയ നോവലിലെ കഥാപാത്രമല്ലാത്തത് ആരാണ്? ഓപ്ഷൻ സി ആണ്, സുമതിയാണല്ലേ. സുമതിയാണ്. ബാക്കി മല്ലി, രേഷ്മ, കിരൺ ഇവ 3 റാം കെയർ ഓഫ് ആനന്ദിയുടെ കഥാപാത്രങ്ങളാണ്. 30 ചോദ്യം, കേരളത്തിലെ ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമി ഉള്ളത് ഏത് ജില്ലയിലാണ്? കേരളത്തിലെ ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമി ഉള്ളത് ഏത് ജില്ലയ്ക്കാണ്?
ഓപ്ഷൻ ബി ആണ്, വയനാടാണ്. 38ാമത്തെ ചോദ്യം, പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ല. ഏത് ജില്ലയിലാണ് പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ബി ആണ്, ആലപ്പുഴ അല്ലേ. വേമ്പനാട്ട് കായലിലാണ് പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. എഫ് ആകൃതിയിലുള്ള കേരളത്തിൻ്റെ കായൽ ഏതാണ്? എഫ് ആകൃതിയിലുള്ള കേരളത്തിലെ കായൽ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ശാസ്താംകോട്ട. ഏത് ജില്ലയിലാണ് ശാസ്താംകോട്ട സ്ഥിതി ചെയ്യുന്നത്? കൊല്ലം ജില്ലയിലാണ് ശാസ്താംകോട്ട കായൽ സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട. കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. എഫ് ആകൃതിയിലാണുള്ളത്. അഷ്ടമുടിക്കായലുണ്ടല്ലോ ഓപ്ഷനിൽ. അഷ്ടമുടിക്കായലിൻ്റെ ആകൃതി എന്താണ്? പനയോലയുടെ ആകൃതിയിലാണല്ലോ. അതും കൊല്ലം ജില്ലയിലാണ്. പനയോലയുടെ ആകൃതിയിലാണ്. 8 ശാഖകൾ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേര് കിട്ടിയത്. ഇനി വേമ്പനാട്ട് കായലിൻ്റെ പ്രത്യേകതയാണ് ഏറ്റവും വലിയ കായലാണ്. ഏത് ജില്ലയിലാണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഇനി വെള്ളായണിക്കായൽ ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ലയിലെ ഒരേ ഒരു കായലാണ്. തിരുവനന്തപുരം ജില്ലയിലെ ഒരേ ഒരു ശുദ്ധജല തടാകമാണ് വെള്ളായണിക്കായൽ. അടുത്തത്, താഴെ പറയുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെയും സംരക്ഷിത ജീവികളെയും ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാം. റീഡ് തവളകൾ ഏത് ജില്ലയിലാണ്? ഏത് വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലാണ്? റീഡ് തവളകൾ കക്കയം വന്യജീവി സങ്കേതത്തിലാണ്. ചാമ്പൽ മലയെണ്ണാനോ? അത് ചിന്നാറാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചാമ്പൽ മലയെണ്ണാന് ചിന്നാറാണ് ഇടുക്കി ജില്ലയിലെ. സിംഹവാലൻ കുരങ്ങ് എവിടെയാണ്? സൈലൻറ്റ് വാലിയിലാണ് അല്ലേ. സൈലൻറ്റ് വാലിയിലാണ്. വരയാട് എവിടെയാണ്? ഇരവിക്കുളം. അപ്പോൾ ഇതിൻ്റെ ഉത്തരം വരുന്നത് 1, 4 വരണം അല്ലേ. 1, 4, 2, 3, സി 1. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് അല്ലേ. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. അപ്പോൾ റീഡ് തവളകൾ കക്കയം, ചാമ്പൽ മലയണ്ണാൻ ചിന്നാറ്, സിംഹവാലൻ കുരങ്ങ് സൈലൻറ്റ് വാലി, വരയാട് ഇരവിക്കുളം. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ 40 ചോദ്യങ്ങൾ. ബാക്കി 40 ചോദ്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. അപ്പോൾ താങ്ക് യു. കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദി ഏതാണ്? കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദി ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ. പാമ്പാറാണ് കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദി. സിംഹവാലൻ കുരങ്ങുകൾ സംരക്ഷിക്കപ്പെടുന്ന സൈലന്റ് വാലി ദേശീയോദ്യാനം ഏത് ജില്ലയിലാണ്? സിംഹവാലൻ കുരങ്ങുകൾ സംരക്ഷിക്കപ്പെടുന്ന സൈലന്റ് വാലി ദേശീയോദ്യാനം ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത്. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത്. സൈലന്റ് വാലിയുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു ചോദ്യം പറയുകയാണെങ്കിൽ, സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പ്രധാന നദി ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ് ആ നദി? കുന്തിപ്പുഴയാണ് അല്ലേ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? കുന്തിപ്പുഴയാണ്. കേരളത്തിന്റെ ഭൂപ്രകൃതി സവിശേഷതകളിൽ ശരി ഏത്? കേരളത്തിന്റെ ഭൂപ്രകൃതി സവിശേഷതകളിൽ ശരിയായതാണ് ചോദിച്ചിട്ടുള്ളത്. 3 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അക്ഷാംശം 8 ഡിഗ്രി 18 മിനിറ്റ് വടക്ക് മുതൽ 12 ഡിഗ്രി 48 മിനിറ്റ് വടക്ക് വരെയാണ്. രേഖാംശം 74 ഡിഗ്രി 52 കിഴക്ക് മുതൽ 77 ഡിഗ്രി 22 മിനിറ്റ് കിഴക്ക് വരെയാണ്. ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ കേരളത്തെ മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ തരംതിരിക്കാം. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങൾ, കേരളത്തിന്റെ ഭൂപ്രകൃതിയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള 3 കാര്യങ്ങളും ശരിയാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. അടുത്തത്, സൂചനകളിൽ നിന്നും പ്രദേശം തിരിച്ചറിയുക. 3 സൂചനകൾ തന്നിട്ടുണ്ട്. പ്രദേശം ഏതെന്നാണ് തിരിച്ചറിയാൻ പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ സൂചന, പശ്ചിമഘട്ടത്തിന്റെ പൂർവ്വഭാഗത്തുള്ള തമിഴ്നാടിനെയും പശ്ചിമഭാഗത്തുള്ള കേരളത്തിനെയും യോജിപ്പിക്കുന്ന മലമ്പാത. 2, ഏകദേശം 40 കിലോമീറ്റർ വീതിയുണ്ട്. 3, ഇതിലേറ്റവും താഴ്ന്ന പ്രദേശം തൃശ്ശൂരിലാണ്. അപ്പോൾ ഈ സൂചനകളിൽ നിന്ന് ഏതാണ് പ്രദേശം എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഏതാണ്? ഇതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, പാലക്കാട് ചുരം. പാലക്കാട് ചുരത്തെക്കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. കേരളത്തിലെ നദികളെ നീളത്തിന്റെ അടിസ്ഥാനത്തിൽ നീളം കൂടിയതാദ്യം എന്ന ക്രമത്തിൽ പട്ടികപ്പെടുത്തുക. കേരളത്തിലെ നദികളെ നീളത്തിന്റെ അടിസ്ഥാനത്തിൽ നീളം കൂടിയതാദ്യം എന്ന ക്രമത്തിൽ പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. 5 നദികൾ തന്നിട്ടുണ്ട്. കല്ലടയാറ്, ചാലിയാറ്, പമ്പ, കടലുണ്ടി, ഭാരതപ്പുഴ. കല്ലടയാറ്, ചാലിയാറ്, പമ്പ, കടലുണ്ടി, ഭാരതപ്പുഴ. ഏറ്റവും നീളം കൂടിയ ഇതിനായിരിക്കും ഭാരതപ്പുഴയ്ക്കാണ്. ഭാരതപ്പുഴയാണ്. കാരണം നമ്മുടെ കേരളത്തിലെ നീളം കൂടിയ 2ാമത്തെ നദിയാണ് ഭാരതപ്പുഴ. 209 കിലോമീറ്റർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെരിയാറാണ്. 244 കിലോമീറ്റർ ആണ്. 2ാം സ്ഥാനത്തുള്ളത് ഭാരതപ്പുഴയാണ്. അപ്പൊ ഇതിൽ ഏതാണ് ആദ്യം വരുന്ന? ഏതാണ്
ആദ്യം വരുന്നത് കേരളത്തിലെ രണ്ടാമത്തെ നീളം കൂടിയ നദിയായ ഭാരതപ്പുഴയാണ് ആദ്യം വരുന്നത്. രണ്ടാമത് ഇതായിരിക്കും വരുന്നത്. പിന്നെ വരുന്നത് പമ്പ അല്ലേ. ഭാരതപ്പുഴ വന്നു, പമ്പ വന്നു, പിന്നെ എന്താണ് ചാലിയാറ്. അത് കഴിഞ്ഞിട്ട് കടലുണ്ടിയും പിന്നെ ലാസ്റ്റാണ് കല്ലടയാറും വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഭാരതപ്പുഴ, പമ്പ, ചാലിയാറ്, കടലുണ്ടി, കല്ലടയാറ്. ആദ്യത്തെ മൂന്നെണ്ണം ഓക്കെ ആയിരിക്കും. അപ്പോൾ അതിന് നമുക്ക് ഉത്തരം കറക്റ്റായിട്ട് കിട്ടിയല്ലേ. അപ്പോൾ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെരിയാറ്. രണ്ടാം സ്ഥാനം ഏതാണ്? ഭാരതപ്പുഴ. അപ്പം നമ്മൾ ഈ ഒരു ഓർഡറിൽ പഠിച്ചുക. പെരിയാറ്, ഭാരതപ്പുഴ, പമ്പ, ചാലിയാർ. പെരിയാറ്, ഭാരതപ്പുഴ, പമ്പ, ചാലിയാർ. ഇതാണ് കേരളത്തിലെ നീളത്തിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന ആദ്യത്തെ 4 നദികൾ അല്ലേ. അടുത്തത് കേരളത്തിലെ നദികൾ ഒറ്റയാനെ കണ്ടെത്തുക. കേരളത്തിലെ നദികളിൽ ഒറ്റയാനെ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിലേതാണ്? അപ്പോൾ 4 നദികൾ തന്നിട്ടുണ്ട്. മഞ്ചേശ്വരം പുഴ, ഉപ്പള, ഇതിലെ ചെറിയ നെയ്യാർ. അപ്പോൾ ഇതിലേതാണ് ഒറ്റയാൻ വരുന്നത്? ഓപ്ഷൻ ഡി ആണ്, നെയ്യാറാണ്. എന്തുകൊണ്ടാണ്? നെയ്യാർ എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നദികളാണ്. ബാക്കി 3ഉം കേരളത്തിന്റെ വടക്കേറ്റത്തുള്ള കാസർഗോഡ് ജില്ലയിലെ നദികളാണ്. മഞ്ചേശ്വരം പുഴയും ഉപ്പളയും ഷിറിയയും. അടുത്തത് താഴെ തന്നിരിക്കുന്നതിൽ കേരളത്തിലെ ദേശീയ ജലപാത ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ കേരളത്തിലെ ദേശീയ ജലപാത ഏതാണ്? ഓപ്ഷൻ സി ആണ്, നാഷണൽ വാട്ടർവേ 3. നാഷണൽ വാട്ടർവേ 3 ആണ് കേരളത്തിൽ കൂടി ഒഴുകുന്ന ദേശീയ ജലപാത. അടുത്തത് കേരളത്തിലെ വൈദ്യുത പദ്ധതികളും ജില്ലകളും ഒറ്റയാനെ കണ്ടെത്തുക. കേരളത്തിലെ വൈദ്യുത ജില്ലകളിലും ഒറ്റയാനെ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, സിയാൽ പദ്ധതി എറണാകുളം. കാരണം സിയാൽ എന്ന് പറയുന്നത് അതൊരു വൈദ്യുത പദ്ധതി അല്ല, അതൊരു സൗരോർജ പദ്ധതിയാണ്, സോളാർ പദ്ധതിയാണ് സിയാൽ എന്ന് പറയുന്നത് കേട്ടോ. ബാക്കിയെല്ലാം ജലവൈദ്യുത പദ്ധതികളാണ്. കേരളത്തിലെ നിലവിലെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി. അപ്പോൾ നമ്മളുടെ ഇപ്പോൾ കറണ്ട് അഫയേഴ്സൊക്കെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. പുതിയ മന്ത്രിസഭ ഭരണത്തിൽ വന്നു. ആരാണ് നമ്മുടെ നിലവിലെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി? ആരാണ്? വി അബ്ദുൾ ഗഫൂർ ആണ് നിലവിലെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി. താഴെ തന്നിരിക്കുന്നതിൽ നിന്നും കേരളത്തിലെ വന്യജീവി സങ്കേതം കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്നതിൽ നിന്നും കേരളത്തിലെ വന്യജീവി സങ്കേതം കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് ഓപ്ഷൻസ് നോക്കിയാലോ. 2 സൂചനകളാണ് തന്നിട്ടുള്ളത്. പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം. വംശനാശ ഭീഷണി നേരിടുന്ന ചാമ്പൽ മലയണ്ണാൻ്റെയും നക്ഷത്ര ആമകളുടെയും വാസസ്ഥലം. ഇത് ഏതാണ്? കിട്ടിയല്ലേ. ഓപ്ഷൻ സി ആണ്, ചിന്നാർ വന്യജീവി സങ്കേതത്തെക്കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. എവിടെയാണ്? പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം. ഇതുണ്ടോ, ചാമ്പൽ മലയണ്ണാനും നക്ഷത്ര ആമകളുടെയും സംരക്ഷണ കേന്ദ്രമാണ് ചിന്നാർ വന്യജീവി സങ്കേതം. ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദി. ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി ആണ്, പമ്പയാണല്ലേ. ഒരു പാട്ടുണ്ടല്ലേ, ദക്ഷിണ ഭാഗീരഥി പമ്പ എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ടില്ലേ. പമ്പ നമ്മുടെ കേരളത്തിലെ നീളത്തിന്റെ അടിസ്ഥാനത്തിൽ നീളം കൂടിയ 3ാമത്തെ നദിയാണ് പമ്പ. നീളം കൂടിയ 3ാമത്തെ നദിയാണ് പമ്പ നദി. ഓക്കെ. ഇനി ബാക്കി ഓപ്ഷനിൽ മഞ്ചേശ്വരം പുഴ കൊടുത്തിട്ടുണ്ട്. മഞ്ചേശ്വരം പുഴയുടെ പ്രത്യേകത എന്താണ്? കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ്. എത്രയാണ് അതിൻ്റെ നീളം? വെറും 16 കിലോമീറ്റർ ആണ്. ഇനി പാമ്പാർ എന്താണ്? കിഴക്കോട്ട് ഒഴുകുന്ന നദിയാണല്ലേ. അടുത്തത് കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി. കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, മലമുഴക്കി വേഴാമ്പൽ. മലമുഴക്കി വേഴാമ്പലാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഏതാണ്? ഓപ്ഷൻ എ ആണ്, പെരിയാർ ആണ് കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം. 1934 ചിത്തിര തിരുനാൾ ബലരാമവർമ്മയാണ് ഇത് നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറി എന്ന പേരിൽ ആരംഭിച്ചത്. അത് ആദ്യത്തെ പേരെന്തായിരുന്നു? ആദ്യകാല നാമം എന്തായിരുന്നു? നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറി എന്നായിരുന്നു. 1934 ശ്രീ ചിത്തിര തിരുനാൾ ബലരാമവർമ്മയാണ് ആരംഭിച്ചത്. പിന്നീട് 1950 ആയപ്പോൾ പെരിയാർ വന്യജീവി സങ്കേതം എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. ഇനി വയനാട്. ഓപ്ഷൻസിൽ വയനാട് തന്നിട്ടുണ്ട്. വയനാട് കേരളത്തിലെ 2ാമത്തെ വലിയ വന്യജീവി സങ്കേതമാണ്. മുത്തങ്ങ, തോൽപ്പട്ടി എന്നീ 2 ഭാഗങ്ങൾ ഇതിനുണ്ട്. പിന്നെ ഇടുക്കി എന്താണ്? ഇടുക്കി ആർച്ചിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് ഇടുക്കി. പറമ്പിക്കുളം എന്താണ്? പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന കടുവ സങ്കേതം കൂടിയായ വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്? ഓപ്ഷൻ
ഓപ്ഷൻ എ ആണ് മംഗളവനമാണ്. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് മംഗളവനം. ഇനി കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതമാണ് മംഗളവനം. ഇനി ഓപ്ഷൻസിൽ ഇരവിക്കുളമുണ്ട്, തട്ടേക്കാടുണ്ട്, പെരിയാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ ഓരോ പോയിന്റ് പറയുവാണെങ്കിൽ ഇരവിക്കുളം എന്താണ്? കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് ഇരവിക്കുളം. ഇരവിക്കുളം എന്താണ്? കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ്. PSC ചോദിച്ചിട്ടുണ്ട്. വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമാണല്ലേ, വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമാണ് ഇരവിക്കുളം. തട്ടേക്കാട് കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതമാണ്. ഇതും ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? തട്ടേക്കാടാണ്. പെരിയാറ് കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം അല്ലെങ്കിൽ ടൈഗർ റിസർവ്. അടുത്തത് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന ജില്ല. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, തിരുവനന്തപുരമാണ്. ഏത് താലൂക്കിലാണെന്ന് PSC ചോദിച്ചിട്ടുണ്ട്. ഏത് താലൂക്കിലാണ്? നെയ്യാറ്റിൻകര താലൂക്കിലാണ്. അടുത്തത് കേരള കായിക ദിനം. കേരള കായിക ദിനം എന്നാണ്? ഓപ്ഷൻ എ ആണ്, ഒക്ടോബർ 13 നമ്മൾ വേറൊരു ക്ലാസ്സിൽ ദേശീയ കായിക ദിനം പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കേരള കായിക ദിനമാണ് ചോദിച്ചത്. എന്നാണ്? ഒക്ടോബർ 13. അപ്പോൾ കേരള കായിക രംഗത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന GV രാജയുടെ ജന്മദിനമാണ് കേരള സംസ്ഥാന കായിക ദിനമായിട്ട് ആചരിക്കുന്നത്. അടുത്തത് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതിലേതാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി? ഓപ്ഷൻ സി ആണ്, പള്ളിവാസലാണ്. പള്ളിവാസലാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. ഏത് നദിയിലാണ് പള്ളിവാസൽ നിർമ്മിച്ചിരിക്കുന്നത്? അതും ചോദിച്ചിട്ടുണ്ട്. മുതിരപ്പുഴയിലാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി നിർമ്മിച്ചിരിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ്. 1946 ദിവാൻ സർ CP രാമസ്വാമി അയ്യരുടെ ഭരണകാലത്താണ് ഇത് കമ്മീഷൻ ചെയ്തത്. അടുത്തത് കേരളത്തിലെ നിത്യഹരിതവനം. കേരളത്തിലെ നിത്യഹരിതവനം ഏതാണ്? ഓപ്ഷൻ എ ആണ്, സൈലന്റ് വാലി അല്ലേ. സൈലന്റ് വാലിയാണ് കേരളത്തിലെ നിത്യഹരിതവനം. ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? പാലക്കാട് ജില്ലയിലാണ്. സിംഹവാലൻ കുരങ്ങുകളുടെ സംരക്ഷണ കേന്ദ്രമാണ് സൈലന്റ് വാലി. ഇതൊക്കെ PSC ചോദിക്കുന്നതാണ്. പിന്നെ ഇരവിക്കുളം എന്താണ്? ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ്. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞായിരുന്നു വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമാണെന്നല്ലേ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ചോലവനങ്ങളും പുൽമേടുകളും കാണപ്പെടുന്നത് എവിടെയാണ്? ഈ ഇരവിക്കുളത്താണ്. ഇരവിക്കുളത്താണ് ചോലവനങ്ങളും പുൽമേടുകളും കാണപ്പെടുന്നത്. നീലഗിരിയുടെ പ്രത്യേകത എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവാണ് നീലഗിരി. അടുത്തത് കേരളത്തിൻ്റെ ഗവർണറായ ആദ്യ മലയാളി. കേരളത്തിൻ്റെ ഗവർണറായ ആദ്യ മലയാളി ആരാണ്? ഓപ്ഷൻ ഡി ആണ്, വി വിശ്വനാഥൻ. വി വിശ്വനാഥനാണ് കേരളത്തിൻ്റെ ഗവർണറായ ആദ്യ മലയാളി. തന്നിരിക്കുന്ന വനപ്രദേശങ്ങളിൽ അഗസ്ത്യമല ജൈവമണ്ഡല മേഖലയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? തന്നിരിക്കുന്ന വനപ്രദേശങ്ങളിൽ അഗസ്ത്യമല ജൈവമണ്ഡല മേഖലയിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിലേതാണ് ഉൾപ്പെടാത്തത്? ഓപ്ഷൻ എ ആണ്, മണ്ണാർക്കാടാണ് അഗസ്ത്യമല ജൈവമണ്ഡല മേഖലയിൽ ഉൾപ്പെടാത്തത്. ബാക്കി തെന്മല, കോന്നി, അച്ചൻകോവിൽ ഇത് മൂന്നും അഗസ്ത്യമല ജൈവമണ്ഡല മേഖലയിൽ ഉൾപ്പെടുന്ന പ്രദേശമാണ്. മണ്ണാർക്കാട് ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് നീലഗിരി ബയോസ്ഫിയറിൻ്റെ ഭാഗമാണ്. കൂടുതൽ വനപ്രദേശമുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ഓപ്ഷൻ സി ആണ്, ഇടുക്കിയാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്ന ജില്ലകളുടെ പൊതുവായ ഒരു സവിശേഷത എന്താണ്? 4 ജില്ലകൾ തന്നിട്ടുണ്ട്: വയനാട്, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം. അപ്പോൾ ഈ ജില്ലകളുടെ പൊതുവായ ഒരു സവിശേഷതയാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ജില്ലകളുടെ പൊതുവായ സവിശേഷതയാണ് ഓപ്ഷൻ ബി ആണ്, കടൽ തീരമില്ലാത്ത ജില്ലകളാണ്. കടൽ തീരമില്ലാത്ത ജില്ലകളാണ് വയനാട്, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം. വയനാട്, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം. എത്ര ജില്ലകൾക്കാണ് കടൽ തീരമുള്ളത്? 9 ജില്ലകൾക്കാണ് കടൽ തീരമുള്ളത്. 5 ജില്ലകൾക്ക് കടൽത്തീരമില്ല. കടൽ തീരമില്ലാത്ത ജില്ലകളാണ് വയനാട്, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം, പാലക്കാട്. കേരളത്തിലെ കായലുകളും ബന്ധപ്പെട്ട ജില്ലകളും തന്നിരിക്കുന്നു. ഇവയിൽ ശരിയായത് കണ്ടെത്തുക. കേരളത്തിലെ കായലുകളും ബന്ധപ്പെട്ട ജില്ലകളും തന്നിരിക്കുന്നു. ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം തന്നിരിക്കുന്നത് പൂക്കോട് തടാകം, കണ്ണൂർ. പൂക്കോട് തടാകം കണ്ണൂരാണോ? തെറ്റാണ്. പൂക്കോട് തടാകം വയനാട് ജില്ലയിലാണ്. വെള്ളായണി തടാകം തിരുവനന്തപുരമാണ്. അത് ശരിയാണ്. അഷ്ടമുടിക്കായൽ എറണാകുളം എന്നാണ് തന്നിരിക്കുന്നത്. അഷ്ടമുടിക്കായൽ കൊല്ലം ജില്ലയിലാണ്. തിരുവല്ലം കായൽ ഏത് ജില്ലയിലാണ്? തിരുവല്ലം കായൽ തിരുവനന്തപുരം ജില്ലയിലാണ്. അപ്പോൾ
ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, വെള്ളായണി തടാകം, തിരുവനന്തപുരം. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഇത് കാനഡ സർക്കാരിൻ്റെ സഹായത്താൽ നിർമ്മിച്ചതാണ്. കുളമാവ് അണക്കെട്ട്, ചെറുതോണി അണക്കെട്ട്, ഇടുക്കി ആർച്ച് ഡാം എന്നിവ ഇതിൻ്റെ ഭാഗമാണ്. ഇത് രാജ്യത്തിന് സമർപ്പിച്ചത് 1975-ലാണ്. വൈദ്യുതി ഉണ്ടാക്കിയതിന് ശേഷം പവർ സ്റ്റേഷനിൽ നിന്ന് ജലം തൊടുപുഴ ആറിൽ എത്തിച്ചേരുന്നു. അപ്പോൾ ഇടുക്കി അണക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഇത് ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ഇത് കാനഡ സർക്കാരിൻ്റെ സഹായത്താൽ നിർമ്മിച്ചതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണ്. 2 കുളമാവ് അണക്കെട്ട്, ചെറുതോണി അണക്കെട്ട്, ഇടുക്കി ആർച്ച് ഡാം എന്നിവ ഇതിൻ്റെ ഭാഗമാണ്, അതും ശരിയാണ്. 3-മത്തേത് ഇത് രാജ്യത്തിന് സമർപ്പിച്ചത് 1975-ലാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്, അത് തെറ്റാണ്. ഇത് രാജ്യത്തിന് സമർപ്പിച്ചത് 1975-ലല്ല 1976-ലാണ്, അത് തെറ്റാണ്. 4-മത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. വൈദ്യുതി ഉണ്ടാക്കിയതിന് ശേഷം പവർ സ്റ്റേഷനിൽ നിന്ന് ജലം തൊടുപുഴ ആറിൽ എത്തിച്ചേരുന്നു. അപ്പോൾ ഇതിൽ ഉത്തരം വരുന്നത് ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? 1, 2, 4 ശരി. 1, 2, 4 വരുന്ന ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. 1, 2, 4 ശരി. അടുത്തത് സൂചനകളുടെ അടിസ്ഥാനത്തിൽ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം തിരിച്ചറിയുക. സൂചനകളുടെ അടിസ്ഥാനത്തിൽ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം തിരിച്ചറിയാനാണ് തന്നിട്ടുള്ളത്. 1-മത്തെ സൂചന പശ്ചിമഘട്ടത്തിൻ്റെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നു. 2, വംശനാശ ഭീഷണി നേരിടുന്ന ഭീമൻ അണ്ണാനുകൾക്ക് ഇവിടെ പ്രശസ്തമാണ്. 3, 1984 ആരംഭിച്ചു. 4, പ്രദേശത്തിൻ്റെ ഭൂരിഭാഗവും പുൽമേടുകളാൽ മൂടപ്പെട്ടിരിക്കുന്നു. ഇത് ഏത് വന്യമൃഗ സംരക്ഷണ കേന്ദ്രത്തെക്കുറിച്ചിട്ടാണ്? ഓപ്ഷൻ എ ആണ്, ചിന്നാർ വന്യമൃഗ സംരക്ഷണ കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണിത്. ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലാണ് ചിന്നാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ പശ്ചിമഘട്ടത്തിൻ്റെ മഴനീള പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഏക വന്യജീവി സങ്കേതമാണ് ചിന്നാർ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം. പിന്നെ വംശനാശ ഭീഷണി നേരിടുന്ന ചാമ്പൽ മലയണ്ണാനും നക്ഷത്ര ആമകളും ഇവിടെ സംരക്ഷിക്കപ്പെടുന്നു. കേരളത്തിലെ ഏറ്റവും കൂടുതലും കുറവും മുനിസിപ്പാലിറ്റികളുള്ള ജില്ലകളുടെ ജോഡി കണ്ടെത്തുക. അപ്പോൾ ഏറ്റവും കൂടുതലും കുറവുമുള്ള ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിലേതാണ് ഏറ്റവും കൂടുതലും കുറവുമുള്ളത്? ഏറ്റവും കൂടുതലുള്ളത് എറണാകുളമാണ്. കുറവുള്ളത് എവിടെയാണ്? ഇടുക്കിയാണോ വയനാടാണോ? കുറവുള്ളത് ഇടുക്കിയിലാണ്. ഓപ്ഷൻ ഡി ആണ്, എറണാകുളം, ഇടുക്കി. ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റി ഉള്ളത് എറണാകുളത്തും ഏറ്റവും കുറവുള്ളത് ഇടുക്കിയിലുമാണ്. അടുത്തത് കേരളത്തിലെ ഇടനാടുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത്. കേരളത്തിലെ ഇടനാടുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരം. അത് ഇടനാടുകളെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഉയരം കൂടിയ കുന്നുകളും മലകളും കാണപ്പെടുന്നത് ഇടനാടിലാണോ? അല്ല, അത് മലനാടിലാണ്. ഓപ്ഷൻ ഇടനാടിൻ്റെ ഭൂരിഭാഗവും വനങ്ങളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അത് ഇടനാട് ചെറിയ കുന്നുകളും താഴ്വരകളും നദീതടങ്ങളും ചേർന്നതാണ്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അപ്പോൾ ഇതിൽ തെറ്റ് വരുന്നത് 2ഉം 3ഉമാണ് തെറ്റായിട്ടുള്ളത്. ബാക്കി 2 സ്റ്റേറ്റ്മെൻറ്റുകൾ ശരിയാണ്. അടുത്തത് കേരളത്തിലെ വിവിധ വെള്ളച്ചാട്ടങ്ങൾ, ജില്ലകൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകിയിരിക്കുന്നതിൽ നിന്നും ശരിയല്ലാത്തത് കണ്ടെത്താൻ. ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട്. ഇതിൽ ശരിയല്ലാത്തതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ തുഷാരഗിരി കോഴിക്കോട്, ചീയപ്പാറ ഇടുക്കി, വാഴച്ചാൽ പത്തനംതിട്ട, പാലരുവി കൊല്ലം. ഇതിലേതാണ് തെറ്റായിട്ടുള്ളത്? ഓപ്ഷൻ ബി ആണ്, വാഴച്ചാൽ പത്തനംതിട്ട. ഇത് തെറ്റാണ്. ഓപ്ഷൻ ബി ആണ്, വാഴച്ചാൽ പത്തനംതിട്ട. വാഴച്ചാൽ പത്തനംതിട്ടയാണ് എന്ത്? ഇതിൽ ശരിയല്ലാത്ത ജോഡി. വാഴച്ചാൽ ഏത് ജില്ലയിലാണ്? പത്തനംതിട്ടയിലല്ല, തൃശ്ശൂർ ജില്ലയിലാണ് വാഴച്ചാൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അത് തെറ്റാണ്. ബാക്കിയെല്ലാം കറക്റ്റാണ്. തുഷാരഗിരി എവിടെയാണ്? കോഴിക്കോടാണ്. ചീയപ്പാറ എവിടെയാണ്? ഇടുക്കിയിലാണ്. പാലരുവി എവിടെയാണ്? കൊല്ലത്താണ്. അടുത്തത് കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട് ശരിയായതാണ്. വീണ്ടും 3 സ്റ്റേറ്റ്മെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. മത്സ്യഫെഡ് ആരംഭിച്ച വർഷം 1984 മത്സ്യഫെഡിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. ഇന്ത്യയിൽ നിന്നും ഏറ്റവും അധികം കയറ്റുമതി ചെയ്യപ്പെടുന്ന കേരളത്തിലെ അലങ്കാര മത്സ്യമാണ് മിസ് കേരള. അപ്പോൾ ഇതിൽ നമ്മളോട് എന്താ ചോദിച്ചേക്കണേ? ശരിയായ പ്രസ്താവനയാണ് നമുക്ക് വേണ്ടത്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. മത്സ്യഫെഡ് ആരംഭിച്ചത് 1984
മത്സ്യഫെഡിൻ്റെ ആസ്ഥാനം ട്രിവാൻഡ്രമാണ്. ഇന്ത്യയിൽ നിന്നും ഏറ്റവും അധികം കയറ്റ് ചെയ്യപ്പെടുന്ന കേരളത്തിലെ അലങ്കാര മത്സ്യമാണ് മിസ് കേരള. അങ്ങനെ ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. 28 കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന. വന്യജീവി സങ്കേതങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനയാണ് പറഞ്ഞിട്ടുള്ളത്. കേരളത്തിൽ പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായി നിരീക്ഷിക്കപ്പെട്ട വന്യജീവി സങ്കേതമാണ് ആറളം. ശരിയാണോ? ആറളം വന്യജീവി സങ്കേതത്തിലാണ് പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായി നിരീക്ഷിക്കപ്പെട്ടത്. അപ്പോൾ ഓപ്ഷൻ എ കറക്റ്റാണ്. സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ആറളമാണ്. അത് ശരിയാണ്. സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്നാണ് ആറളം വന്യജീവി സങ്കേതം അറിയപ്പെടുന്നത്. മൂന്നാമത്തേത് കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം വയനാടെന്നാണ് കൊടുത്തിട്ടുള്ളത്. അത് തെറ്റാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏതാണ്? പെരിയാർ വന്യജീവി സങ്കേതമാണ്. രണ്ടാമത്തേതാണ് വയനാട്. നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായി കേരളത്തിലെ വന്യജീവി സങ്കേതം പെരിയാർ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അത് തെറ്റാണ്. നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായി കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ്? വയനാടാണ്. അപ്പോൾ ആദ്യത്തെ രണ്ടും മാത്രമാണ് ശരിയായിട്ടുള്ളത്, ബാക്കി രണ്ടും തെറ്റാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉം ശരി, 1ഉം 2ഉം ശരിയാണ്. അടുത്തത് കേരളത്തിലെ ദേശീയ ഉദ്യാനങ്ങളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന. കേരളത്തിലെ ദേശീയ ഉദ്യാനങ്ങളെ സംബന്ധിച്ച് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. 4 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള ജില്ല ഇടുക്കിയാണ്. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം സൈലന്റ് വാലിയാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചൊലയാണ്. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നത്. സ്റ്റേറ്റ്മെന്റുകൾ നോക്കിയാലോ? കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഇടുക്കിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണ്. അടുത്തത് കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം സൈലന്റ് വാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണ്. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് ഇരവിക്കുളം. സ്റ്റേറ്റ്മെന്റ് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചോല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ശരിയാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാടും ചോല. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന ദേശീയോദ്യാനം അത് തെറ്റാണ്. സിംഹവാലൻ കുരങ്ങുകൾ എവിടെയാണ് സംരക്ഷിക്കപ്പെടുന്നത്? സൈലന്റ് വാലിയിലാണ്. ഇരവിക്കുളത്ത് എന്താണ് സംരക്ഷിക്കപ്പെടുന്നത്? വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമാണ് ഇരവിക്കുളം. അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഏതൊക്കെയാണ്? നമ്മളോട് ചോദിച്ചിട്ടുള്ള തെറ്റായ പ്രസ്താവനയാണ്. 2ഉം 4ഉമാണ് തെറ്റ് വരുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 2ഉം 4ഉം തെറ്റാണ്. കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. നദികൾ തന്നിട്ടുണ്ട്. ഇതിൽ ശരിയായ ജോഡി ഏതൊക്കെ? അപ്പോൾ നമുക്ക് ആദ്യം ഏതൊക്കെ നദിയാണ് കിഴക്കോട്ട് ഒഴുകുകയെന്ന് നോക്കാം. കബനി, ഭവാനി, പമ്പാറാണല്ലോ. ഇത് 3ഉമാണ്. കബനി, ഭവാനി, പാമ്പാർ ഇത് 3ഉമാണ് കിഴക്കോട്ട് ഒഴുകുന്നത്. ഇനി അപ്പോൾ ഇതിൻ്റെ ഉത്തരം വരുന്നത് കബനി കിഴക്കോട്ട് ഒഴുകുന്ന നദിയാണ്. പാമ്പാറും കിഴക്കോട്ട് ഒഴുകുന്ന നദിയാണ്. ഏതാണ്? 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. 1ഉം 2ഉം ശരിയായിട്ടുള്ളത് ഏതാണ്? 1ഉം 2ഉം ശരിയായിട്ടുള്ളത് ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം ശരിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ഓപ്ഷൻ എ ആണ്. ശാസ്താംകോട്ടയാണ് അല്ലേ? ശാസ്താംകോട്ടയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി വേമ്പനാട്ട് കായലിൻ്റെ പ്രത്യേകത എന്താണ്? കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ്. വെള്ളായണി ആണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലെ ഏക ശുദ്ധജല തടാകമാണ് വെള്ളായണി കായൽ. അഷ്ടമുടി കായൽ കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. എന്താണ്? 8 ശാഖയുള്ളതിലാണ്. 8 ശാഖകളായിട്ട് കിടക്കുന്ന കായൽ ഏതാണ്? അഷ്ടമുടി കായലുകളാണ്. അടുത്ത താഴെ പറയുന്നവയിൽ കടൽത്തീരം ഇല്ലാത്ത ജില്ല. കടൽത്തീരം ഇല്ലാത്ത ജില്ല ഏതാണ്? താഴെ പറയുന്നതിൽ 4 ജില്ലകളുണ്ട്. ഇതിൽ ഏത് ജില്ലയ്ക്കാണ് കടൽത്തീരം ഇല്ലാത്തത്? ഓപ്ഷൻ സി ആണ്. കോട്ടയം ജില്ലയ്ക്കാണ് കടൽത്തീരം ഇല്ലാത്തത്. കടൽത്തീരം ഇല്ലാത്ത 5 ജില്ലകളാണുള്ളത്. ഏതൊക്കെയാണ്? 5 ജില്ലകൾക്കാണ് കടൽത്തീരം ഇല്ലാത്തത്. ഏതൊക്കെ ജില്ലയാണ്? കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, വയനാട്. അപ്പോൾ ഈ 5 ജില്ലകൾക്കാണ് കടൽത്തീരം ഇല്ലാത്തത്. ബാക്കി 9 ജില്ലകൾക്കും കടൽത്തീരമുണ്ട്. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ളത് ഏത് ജില്ലയ്ക്കാണ്? കണ്ണൂർ ജില്ലയ്ക്കാണ് ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ളത്. കക്കാട് ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ്? കക്കാട് ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ സി ആണ്. പത്തനംതിട്ട ജില്ലയിലാണ്. കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ശരിയായതാണ് വേണ്ടത്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. ശരിയാണ് അല്ലേ? വേമ്പനാട്ട് കായലിൽ പതിക്കുന്ന പമ്പയുടെ പോഷക നദികളാണ് കക്കി, കല്ലാർ. അതും ശരിയാണ്. പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ എന്നീ ജില്ലകളിലൂടെ ഒഴുകുന്ന ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നു. അതും ശരിയാണ്. പൊന്നാനിയിൽ വെച്ചിട്ടാണ് അറബിക്കടലിൽ പതിക്കുന്നത്. അപ്പോൾ
1, 2, 3 ശരിയാണ്. ഓപ്ഷൻ ഡി ആണ്, എല്ലാം ശരിയാണ്. കേരളത്തിലെ ദേശീയ ഉദ്യാനത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത്. ദേശീയ ഉദ്യാനത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ശരിയായിട്ടുള്ളത് 1, 2, 4 ആണ്. 1, 2, 4 ആണ് ശരിയായിട്ടുള്ളത്. ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. പറഞ്ഞു പോകാം. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയ ഉദ്യാനമാണ് സൈലന്റ് വാലി. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയ ഉദ്യാനമാണ് സൈലന്റ് വാലി. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയ ഉദ്യാനമാണ് സൈലന്റ് വാലി. വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമാണ് ഇരവിക്കുളം. ഇത് 4 ശരിയാണ്. ഇനി കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനം ഏതാണ്? പാമ്പാടും ചോലയാണ്. പാമ്പ് ചെറുതാണെന്ന് ഓർത്താൽ മതി. പാമ്പാടും ചോലയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം. കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന. കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവനയാണ് വേണ്ടത്. അപ്പോൾ 4 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന 2ഉം 4ഉം ആണ് തെറ്റ്. ഇതിൽ ഉത്തരം വരുന്ന ഓപ്ഷൻ ബി ആണ്. 2ഉം 4ഉം ആണ് തെറ്റായിട്ടുള്ളത്. 2ഉം 4ഉം ആണ് തെറ്റായിട്ടുള്ളത്. കറക്റ്റ് പറയാം. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് സഹായിച്ച രാജ്യമാണ് കാനഡ. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് സഹായിച്ച രാജ്യം ഏതാണ്? കാനഡയാണ്. കേരളത്തിലെ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാറ്. കേരളത്തിലെ ആദ്യ സ്വകാര്യ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാറ്. ഇനി തെറ്റ് നമുക്ക് തിരുത്തി പോകാം. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടിയാണ്. കുറ്റ്യാടിയാണ്. ഇനി ശബരിഗിരി ഏത് ജില്ലയിലാണ്? പത്തനംതിട്ട ജില്ലയിലാണ് ശബരിഗിരി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. പിന്നെ എന്താണ്? ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ഉൽപാദന ശേഷി. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ഉൽപാദന ശേഷി 780 മെഗാവാട്ടാണ്. 780 മെഗാവാട്ടാണ്. സോറി, അത് രണ്ടുമാണ് കറക്റ്റ് വരേണ്ടത്. അടുത്തത് കേരളത്തിലെ മലനാടുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത്. മലനാടുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത്. ഇതിന്റെ തെറ്റ് വരുന്നത് ഓപ്ഷൻ എ ആണ്. 1 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. ബാക്കി 3 സ്റ്റേറ്റ്മെന്റിനും ശരിയാണ്. മലനാടിന്റെ ഭൂരിഭാഗവും വനങ്ങളാണ്. മലനാട്ടിൽ നിന്നാണ് നദികൾ ഉത്ഭവിക്കുന്നത്. ഉയരം കൂടിയ കുന്നുകളും മലകളും അടങ്ങിയ പ്രദേശമാണ്. ഇനി മലനാടിന്റെ ഉയരം എത്രയാണ്? 75 മീറ്ററിന് മുകളിൽ ഉയരമുള്ളതിനെയാണ് നമ്മൾ മലനാടെന്ന് പറയുന്നത്, അല്ലെ? സമുദ്രനിരപ്പിൽ നിന്നും 75 മീറ്ററിന് മുകളിൽ ഉയരമുള്ളതിനെ നമ്മൾ മലനാടെന്ന് പറയും. 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയ്ക്കാണെങ്കിൽ ഇടനാടെന്ന് പറയും. 7.5 മീറ്ററിന് താഴെയാണെങ്കിൽ തീരപ്രദേശമാണ്, അല്ലെ? ക്ലിയർ ആയില്ലേ? അടുത്തത് താഴെ പറയുന്നവരിൽ കേരള അത്ലറ്റുകളിൽ ഉൾപ്പെടുന്നത് ആരെല്ലാം? താഴെ പറയുന്നവരിലെ കേരള അത്ലറ്റ്സിൽ ഉൾപ്പെടുന്നത് ആരൊക്കെയാണ്? KT ഇർഫാനും സിനി ജോസും അഞ്ജു ബോബി ജോർജും കേരള അത്ലറ്റ്സിൽ ഉൾപ്പെടുന്നവരാണ്. ഓപ്ഷൻ സി ആണ് 1, 2, 4. ജിമ്മി ജോർജ് കേരള അത്ലറ്റ്സ് ആണോ? അദ്ദേഹം പ്രശസ്ത വോളിബോൾ താരമാണ്, അത്ലറ്റിക് അല്ല. ഓക്കെ, അർജുന അവാർഡ് നേടിയ ആദ്യ വോളിബോൾ താരമാണ് ജിമ്മി ജോർജ്. കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട് യോജിക്കാത്ത പ്രസ്താവന. മത്സ്യബന്ധന മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവനയാണ് നമുക്ക് വേണ്ടത്. ഇതിന്റെ ഉത്തരം ഞാൻ പറയാം. ഉത്തരം 2ഉം 3ഉം ആണ്. 2ഉം 3ഉം ആണ്. അതായത് തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ 2ഉം 3ഉം ആണ്. 2ഉം 3ഉം ആണ് തെറ്റായിട്ടുള്ളത്. ശരിയായിട്ടുള്ളത് മത്സ്യഫെഡ് ആരംഭിച്ച വർഷം 1984. 1984 മാർച്ച് 19-നാണ് മത്സ്യഫെഡ് ആരംഭിച്ചത്. മത്സ്യബന്ധന മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന. പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന എന്ന് പറയുന്ന പദ്ധതി എന്തിനാണ്? മത്സ്യബന്ധന മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന. ഇത് തെറ്റിപ്പോയ പ്രസ്താവനകൾ നമുക്കൊന്ന് തിരുത്താം. മത്സ്യഫെഡിന്റെ ആസ്ഥാനം എവിടെയാണ്? മത്സ്യഫെഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ്. കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം ഏതാണ്? കരിമീനാണ്, അല്ലെ? കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം. അപ്പൊ അത് രണ്ടുമാണ് നമ്മൾ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വരേണ്ടത്. ഇനി 37 കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതാണ്? ഓപ്ഷൻ എ ആണ്, പെരിയാർ ആണ് കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം. താഴെ പറയുന്നവയിൽ കടൽ തീരമില്ലാത്ത ജില്ല ഏതാണ്? ഏതാണ് കടൽ തീരമില്ലാത്ത ജില്ല? ഓപ്ഷൻ സി ആണ്, പത്തനംതിട്ടയാണ് കടൽ തീരമില്ലാത്ത ജില്ല. താഴെ പറയുന്നവയിൽ കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏതാണ്? ഓപ്ഷൻ സി ആണ്, ദേശീയ ജലപാത 3. ദേശീയ ജലപാത 3 ആണ് കേരളത്തിലൂടെ കടന്നു പോകുന്നത്.
ചുവടെ നൽകിയിരിക്കുന്ന ജില്ലകളിൽ കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്ന ജില്ലകളിലെ കർണാടകവുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഏതുമായിട്ടാണ് കർണാടകവുമായിട്ട് അതിർത്തി പങ്കിടുന്ന ജില്ലകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? കണ്ണൂർ, കാസർഗോഡ്, തൃശ്ശൂർ, പാലക്കാട്. ഇതിൽ കർണാടകവുമായിട്ട് അതിർത്തി വരുന്നത് ഏതായിരിക്കും? 1, 2 അല്ലേ? കണ്ണൂരും കാസർഗോഡുമാണ് കർണാടകവുമായിട്ട് അതിർത്തി വരുന്നത്. അപ്പോൾ 1, 2 ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. 35 കേരളത്തിലെ മൊത്തം താലൂക്കുകളുടെ എണ്ണം എത്രയാണ്? കേരളത്തിലെ മൊത്തം താലൂക്കുകളുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻ എ ആണ് 78 താലൂക്കുകളാണുള്ളത്. താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽ ചേരാത്തത് ശാസ്താംകോട്ട, പൂക്കോട് തടാകം, അഷ്ടമുടിക്കായൽ, വെള്ളായണിക്കായൽ. ഇതിലേതാണ് കൂട്ടത്തിൽ ചേരാത്തത്? ഏതാണ്? അഷ്ടമുടിക്കായലാണ് കൂട്ടത്തിൽ പെടാത്തത്. ബാക്കി ശാസ്താംകോട്ടയും പൂക്കോട് തടാകവും വെള്ളായണി തടാകം ഇതെല്ലാം ശുദ്ധജല തടാകങ്ങളാണ്. അഷ്ടമുടിക്കായൽ ഒരു ശുദ്ധജല തടാകം അല്ല. പെരിയാർ നദിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. പെരിയാർ നദിയുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് വേണ്ടത്. 4 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. ഏതാണ് ബന്ധമില്ലാത്തത്? ഓപ്ഷൻ ബി ആണ്. ഈ നദി വിശാലമായ ഡെൽറ്റ സമതലം സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെരിയാർ നദിയുമായിട്ട് ബന്ധപ്പെട്ടതല്ല. ഡെൽറ്റ സമതലം എന്ന് പറയുന്നത് എപ്പോഴും കിഴക്കൻ നദികളുമായിട്ട് ബന്ധപ്പെട്ടാണ്. കിഴക്കൻ തീരസമതലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്ത്? ഡെൽറ്റ രൂപീകരണം. അപ്പോൾ പെരിയാർ നദി ഒരിക്കലും ഡെൽറ്റ സമതലം സൃഷ്ടിക്കുന്നില്ല. ബാക്കി സ്റ്റേറ്റ്മെൻറ്റുകൾ പെരിയാർ പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു. എറണാകുളം ജില്ലയിൽ വെച്ചാണ് ഇത് അറബിക്കടലുമായി ചേരുന്നത്. ഇടമലയാർ അണക്കെട്ട് പെരിയാർ നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പെരിയാർ നദിയുടെ നീളം എത്രയാണ്? 244 കിലോമീറ്റർ ആണ്. പൂർണ്ണ എന്നും ചൂർണി എന്നും പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്നത് പെരിയാർ നദിയായിരുന്നു. തന്നിരിക്കുന്ന ജലവൈദ്യുത പദ്ധതികളിൽ ചേരാത്ത ജോഡി 4 ജോഡികൾ തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് ചേരാത്തത്? ഓപ്ഷൻ ബി ആണ്. ഷോളയാർ പാലക്കാടാണ് ചേരാത്തത്. പള്ളിവാസൽ ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ്. അടി കോഴിക്കോട് ജില്ലയിലാണ്. കല്ലട കൊല്ലം ജില്ലയിലെയാണ്. അപ്പോൾ ഇത് മൂന്നും കറക്റ്റാണ്. ഷോളയാർ ജലവൈദ്യുത പദ്ധതി പാലക്കാട് ജില്ലയിലല്ല, തൃശ്ശൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചുവടെ തന്നിരിക്കുന്ന വന്യജീവി സങ്കേതങ്ങളിൽ ഇടുക്കി ജില്ലയുമായി ബന്ധമില്ലാത്തത്. വന്യജീവി സങ്കേതങ്ങളിൽ ഇടുക്കിയായിട്ട് ബന്ധമില്ലാത്ത ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ആറളമാണ്. ആറളം ഏത് ജില്ലയിലാണ്? കണ്ണൂർ ജില്ലയിലാണ്. ബാക്കി കുറിഞ്ഞിമല, ചിന്നാർ, പെരിയാർ ഇതെല്ലാം ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതങ്ങളാണ്. 40 വരയാടുകളെ പ്രധാനമായും കാണുന്ന ദേശീയോദ്യാനം ഏതാണ്? ഏതാണ് വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമായ ദേശീയോദ്യാനം? ഓപ്ഷൻ ബി ആണ്. ഇരവിക്കുളമാണല്ലോ. ഇരവിക്കുളമാണ് വരയാടുകളെ സംരക്ഷിക്കുന്ന ദേശീയോദ്യാനം. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് ഇരവിക്കുളം ദേശീയോദ്യാനം. കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായതാണ് വേണ്ടത്. കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഏതൊക്കെയാണ്? കിഴക്കോട്ടൊഴുകുന്ന നദികൾ കബനി, ഭവാനി, പാമ്പാർ. കറക്റ്റ് ആണല്ലേ. ഏറ്റവും നീളമുള്ള നദികളിൽ 2ാം സ്ഥാനം ഭാരതപ്പുഴയ്ക്കാണ്. ഏറ്റവും നീളമുള്ള നദികളിൽ 2ാം സ്ഥാനം ഭാരതപ്പുഴയ്ക്കാണ്. അതും കറക്റ്റാണ്. 1ാം സ്ഥാനം പെരിയാറിനാണ്. ഇനി പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി ചാലക്കുടി പുഴയിലാണ്, പെരിയാറിലല്ല. അപ്പോൾ അതാണ് തെറ്റായിട്ടുള്ളത്. ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്? 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയല്ലാത്തത്. കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തതാണ് വേണ്ടത്. സെയിം 3 സ്റ്റേറ്റ്മെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിലേതാണ് ശരിയല്ലാത്തത്? ഇതും ഉത്തരം വരുന്നത് 2 മാത്രം ശരിയല്ല എന്നാണ്. കേരളത്തിലെ ശാസ്താംകോട്ട കായൽ കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ശാസ്താംകോട്ട കൊല്ലം ജില്ലയിലാണ്, അറിയാമല്ലേ? അത് കറക്റ്റാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പൂക്കോട് കായൽ വയനാട്ടിൽ സ്ഥിതി ചെയ്യുന്നു. പൂക്കോട് തടാകം, പൂക്കോട് കായൽ അല്ലെങ്കിൽ പൂക്കോട് തടാകം എന്നാണ് നമ്മൾ പറയുന്നത്. ശുദ്ധജല തടാകമാണ്. അത് വയനാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതും 3ാമത്തതും കറക്റ്റാണ്. 2ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയോ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട്ട് കായലാണ്, അഷ്ടമുടി കായലല്ല. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട്ട് കായലാണ്. അപ്പോൾ 2ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ 2 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. 33 താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ശരിയായതാണ് വേണ്ടത്. ശരിയായത് ഏതാണ്? 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. അതായത് വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോടാണ്. വയനാട് ചുരം കോഴിക്കോട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കറക്റ്റാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ചുരമാണ് പാലക്കാട് ചുരം. അതും കറക്റ്റാണ്. ഇനി താമരശ്ശേരി ചുരം ഏതൊക്കെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? താമരശ്ശേരി ചുരം വയനാടിനെയും കോഴിക്കോടിനെയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. കൊല്ലത്തെ തമിഴ്നാടുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ആര്യങ്കാവ് ചുരമാണ്. ഏതാണ്? കൊല്ലത്തെ തമിഴ്നാടുമായിട്ട് ബന്ധിപ്പിക്കുന്നത് താമരശ്ശേരി ചുരമല്ല, ആര്യങ്കാവ് ചുരമാണ്. ആര്യങ്കാവ് ചുരം. താമരശ്ശേരി ചുരം
കോഴിക്കോടിനെയും വയനാടിനെയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. കേരളത്തിലെ വൈദ്യുത പദ്ധതി സംബന്ധിച്ച് ശരിയായ പ്രസ്താവന. കേരളത്തിലെ വൈദ്യുത പദ്ധതിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകളാണ്. 3 സ്റ്റേറ്റ്മെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഉത്തരം വരുന്നത് എല്ലാം ശരിയാണെന്നാണ്. അതായത് കേരളത്തിലെ വൈദ്യുതി ഉൽപ്പാദനത്തിൻ്റെ പ്രധാന സ്രോതസ്സ് ജലമാണ്. ശരിയാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി. ഈ 3 പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസലാണ്. പള്ളിവാസലാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. ഇങ്ങനെ കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ്. 36 കേരള ജോഗ്രഫിയിലെ 100 മുൻവർഷ ചോദ്യങ്ങളുടെ ഒരു വീഡിയോ ആയിരുന്നു ഞാൻ ഇതിൻ്റെ ചെയ്തത്. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലെ സബ്ജക്റ്റ് വൈസ് വീഡിയോസ് ഇനിയും വേണം എന്നാണെങ്കിൽ, ഇനിയിപ്പോൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് ഉണ്ട്, 10th പ്രിലിംസിൻ്റെ തന്നെ അടുത്ത സ്റ്റേജ് എക്സാം ഉള്ളവരുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, നമുക്ക് ബാക്കി സബ്ജക്റ്റ് ഇതുപോലെ ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.